സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്കിടെ നവജാത ശിശുവിനെ ഉപേക്ഷിച്ചു പോയ ജാർഖണ്ഡ് സ്വദേശികളായ മാതാപിതാക്കളാണ് കുഞ്ഞിനെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിരിക്കുന്നത്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന നിധിയെ ഒരാഴ്ച മുൻപാണ് CWC ഏറ്റെടുത്തത്. കൊച്ചിയിൽ വെച്ച് നടന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ദേശീയ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പങ്കെടുക്കാനെത്തിയ ജാർഖണ്ഡ് പോലീസ് ഉദ്യോഗസ്ഥർ വഴി കൊച്ചിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണമാണ് ലക്ഷ്യത്തിലെത്തിയത്. കുഞ്ഞിനെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് അവർ അറിയിച്ചു. ആശുപത്രിയിലെ ഭാരിച്ച ചെലവും കുഞ്ഞ് രക്ഷപ്പെടില്ല എന്ന തോന്നലുമാണ് കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ കാരണമായതെന്ന് നിധിയുടെ മാതാപിതാക്കൾ പറഞ്ഞു. ജനിച്ച ഉടൻ 900 ഗ്രാം മാത്രമായിരുന്നു കുഞ്ഞിന്റെ ഭാരം. കുഞ്ഞ് ജനിച്ചത് എറണാകുളം ജനറൽ ആശുപത്രിയിലായിരുന്നു. ശേഷം ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി നിധിയെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ആദ്യഘട്ടത്തിൽ 23,000 രൂപ നൽകി. പിന്നീട് ചികിത്സാ ആവശ്യങ്ങൾക്കായി 2 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. ഇത് താങ്ങാൻ കഴിയാതെ വന്നപ്പോഴാണ് ഭാര്യ രഞ്ജിതയുമായി ജാർഖണ്ഡിലേക്ക് പോയതെന്ന് നിധിയുടെ അച്ഛൻ മംഗളേശ്വർ പറഞ്ഞത്. ഇന്നലെ മാതാപിതാക്കൾ നിധിയെ വീഡിയോ കോളിലൂടെ കണ്ടു. 30 ദിവസത്തിനുള്ളിലെത്തിയാൽ കുഞ്ഞിനെ നൽകാമെന്ന് CWC അറിയിച്ചു. കോട്ടയം ഫിഷ് ഫാമിൽ ജോലി ചെയ്യുകയായിരുന്നു ജാർഖണ്ഡ് സ്വദേശികളായ മംഗളേശ്വറും ഭാര്യ രഞ്ജിതയും. ജനുവരി 29-നായിരുന്നു രഞ്ജിത കുഞ്ഞിന് ജന്മം നൽകിയത്. ജനുവരി 31-ന് ഇവർ കുഞ്ഞിനെ ഉപേക്ഷിച്ച് ജാർഖണ്ഡിലേക്ക് പോയി. ആരോഗ്യമന്ത്രി വീണ ജോർജാണ് കുഞ്ഞിന് നിധി എന്ന് പേരിട്ടത്. നിലവിൽ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവതിയായിരിക്കുന്നുവെന്ന് CWC അറിയിച്ചു. കൊച്ചിയിൽ നിന്നും സ്നേഹ മൊല്ലൈനാൻ, മാതൃഭൂമി ന്യൂസ്.